ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെൽഫോസ് മലയാളം. ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് യൂസർ ക്രിയേഷനാണ്. ഇപ്പോൾ യൂസർ എന്താണെന്ന്, യൂസറിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു തിയറി പാർട്ടായിരുന്നു. അപ്പോൾ ആ തിയറി പാർട്ടിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെൽഫോസ് മലയാളം. യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെയിൽഫോഴ്സിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്വിക്ക് ഫൈൻഡ് ബോക്സ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ യൂസർ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരും. അതല്ല, യൂസർ എവിടെയാണ് എക്സാക്ട്ലി ലൊക്കേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടാബ് ഉണ്ട്. ഈ അഡ്മിനിസ്ട്രേഷൻ ടാബിൻ്റെ സബ് ടാബായിട്ട് യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് യൂസേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്രയും ചെയ്യണമെന്നില്ല, നമുക്ക് ക്വിക്ക് ഫൈൻഡ് ബോക്സിൽ സിമ്പിളായിട്ട് യൂസർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഓപ്ഷൻ തന്നെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് യൂസറിൻ്റെ മാനേജ്മെൻറ്റ് ടാബ്. ഇവിടെയാണ് നമുക്ക് ഈ ഓർഗിനകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസേഴ്സും യൂസറിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ മുകളിൽ കാണുന്ന ന്യൂ യൂസർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് യൂസർ ക്രിയേഷൻ ഇൻ്റർഫേസ്. ഇതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരം ഫീൽഡ്സ് ഉണ്ട്. ഈ റെഡ് കളേഴ്സിൽ കാണുന്ന ഇതെല്ലാമാണ് നമ്മുടെ മാൻഡേറ്ററി ഫീൽഡ്സ് എന്ന് വിളിക്കുന്നത്. അതല്ലാതെ നോർമലി കാണുന്ന ഈ ടാബ്സിനെ നമ്മൾ ഓപ്ഷണൽ ഫീൽഡ്സ് എന്ന് വിളിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മാൻഡേറ്ററി ഫീൽഡ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ മാൻഡേറ്ററി ഫീൽഡ്സിനകത്ത് വാല്യൂ കൊടുത്താൽ മാത്രമേ നമുക്കൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളത് ഓപ്ഷണലാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ വാല്യൂസ് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് തൽക്കാലം ഒരു സെയിൽഫോഴ്സ് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് സെയിൽഫോഴ്സ് യൂസർ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നെയിം സെയിൽസ്ഫോഴ്സ് എന്ന് ഞാൻ കൊടുത്തു. ലാസ്റ്റ് നെയിം നമുക്ക് യൂസർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത അലൈസ് എന്തുവാണെന്നും അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഫീൽഡ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തോന്നും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്കിലും ഒരു ബ്രീഫ് പറഞ്ഞാൽ അലൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റിപ്പോർട്ട്സിനകത്തും അതുപോലെ തന്നെ ലിസ്റ്റ് വ്യൂക്കകത്തുമൊക്കെ നമ്മുടെ യൂസർ നെയിം അത്യാവശ്യം വലിയൊരു ഒരു വേർഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിരിക്കും. അപ്പോൾ അത്രയും വലിയൊരു വേർഡിനെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയ ഒരു നിക്ക് നെയിം പോലെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഒരു പേരാണ് ശരിക്കും അലൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് ക്രിയേറ്റ് ആവും. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, യൂസർ എന്ന് പറയുന്ന പേരിൽ ഒരു അലൈസ് ക്രിയേറ്റ് ആയി. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ആയതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററും അതുപോലെ ലാസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റിലത്തെ 4 ലെറ്റേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഓട്ടോമാറ്റിക്കലി അലൈസ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇനി ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കാം. അടുത്ത യൂസർ നെയിമാണ്. യൂസർ നെയിം ഓട്ടോമാറ്റിക്കലി അതേ യൂസർ, അതായത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് തന്നെ ഓട്ടോമാറ്റിക്കലി പോപ്പ് ഔട്ട് ആവും. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ യൂസർ നെയിമിൻ്റെ കേസ് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, യൂസർ നെയിം എന്ന് പറയുന്നത് ഒരു യുണീക്ക് നെയിം ആയിരിക്കണം. അതുപോലെ തന്നെ അതൊരു ജിമെയിലിൻ്റെ അഥവാ ഒരു ഇമെയിൽ ഐ ഡിയുടെ ഫോർമാറ്റിലായിരിക്കണം. അതായത് something@something.com എന്ന് പറയുന്നൊരു ഫോർമാറ്റിലായിരിക്കണം അത് വേണ്ടത്. എന്ന് വെച്ച് അത് ഒരു ഒറിജിനൽ ഇമെയിൽ ഐ ഡി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇതേ ഇമെയിൽ അഡ്രസ്സിൽ തന്നെയാണ് യൂസർ നെയിം ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഞാനത് സേവ് ചെയ്ത് ഉറപ്പായിട്ടും എനിക്ക് എറർ വരും. കാരണം എന്ന് വെച്ചാൽ ഈ യൂസർ നെയിമിൽ നമ്മൾ ഓൾറെഡി ഒരു യൂസർ ഉണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലോബലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളൊരു യൂസർ നെയിം തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിന് പകരം എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അവസാനം നമുക്കൊരു 678 എന്നൊരു നമ്പർ ഞാൻ കൊടുത്തു. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒരു യൂസർ നെയിം വന്നു @gmail.com എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഒരു യൂസർ നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിക്ക് നെയിം, ഇതെല്ലാം എന്താണെന്നും ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാത്തത്. അതായത് നമ്മുടെ കസ്റ്റമർ പോർട്ടലിലും മറ്റും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിക്ക് നെയിംസ് യൂസ് ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി അത് എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തായിട്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് യൂസർ ലൈസൻസ് ആണ്. അതായത് യൂസർ ലൈസൻസ് ആണ് തീരുമാനിക്കുന്നത് ഈ യൂസറിന് സെയിൽഫോഴ്സിനകത്ത് എത്രത്തോളം പ്രിവിലേജസ് ഉണ്ട് എന്നുള്ളത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സെയിൽഫോഴ്സിലെ നമ്മുടെ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഈ യൂസറിൻ്റെ പ്രിവിലേജസ് അനുസരിച്ചിട്ടുമാണ് നമ്മളിത് ഡിസൈഡ് ചെയ്യുന്നത്. തൽക്കാലം ഞാനിവിടെ സെയിൽഫോഴ്സ് ലൈസൻസ് ആണ് കൊടുക്കുന്നത്, സെയിൽഫോഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പ്രൊഫൈൽ സെലക്ട് ചെയ്യണം. നമുക്ക് ഇത്രയും പ്രൊഫൈലുണ്ട്. അതായത് നമ്മുടെ യൂസർ ലൈസൻസ് അനുസരിച്ച് നമ്മുടെ പ്രൊഫൈലിൽ മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു സെയിൽഫോഴ്സ് യൂസർ എടുത്തുകൊണ്ടാണ് ഇത്രയും പ്രൊഫൈൽ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സപ്പോസ് ഐഡൻറ്റിറ്റി പ്രൊഫൈൽ ലൈസൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കണ്ടില്ലേ, ഒരു ഐഡൻറ്റിറ്റി യൂസർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ.
സോ ഇറ്റ് ഡിപ്പെൻഡ്സ്, ഏത് ലൈസൻസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് പ്രൊഫൈൽസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും സെയിൽസ്ഫോഴ്സ് തന്നെ യൂസ് ചെയ്യാം. അതുപോലെ പ്രൊഫൈൽ നമുക്ക് തൽക്കാലത്തേക്ക് മാർക്കറ്റിംഗ് യൂസർ എന്ന് പറയുന്നൊരു പ്രൊഫൈൽ സെലക്ട് ചെയ്യാം. റോള് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ മാർക്കറ്റിംഗ് ആണല്ലോ കൊടുത്തത്, അപ്പോൾ മാർക്കറ്റിംഗ് ടീം എന്ന് പറയുന്ന റോൾ ആഡ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെക്ക് ബോക്സ് ഉണ്ട്, ദിസ് ഇസ് ആക്റ്റീവ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. അടുത്തത് ബാക്കി ഇവിടെ എല്ലാം കൊടുത്തേക്കുന്ന എല്ലാം നമ്മുടെ ഓപ്ഷണൽ ഫീൽഡ്സ് ആണ്, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള മാൻഡേറ്ററി ഫീൽഡ്സ് ഉള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെക്ക് ബോക്സ് ആണ് ഇവിടെ, ജനറേറ്റ് ന്യൂ പാസ്വേഡ് ആൻഡ് നോട്ടിഫൈ യൂസർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ഞാൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഞാനിത് ടിക്ക് ചെയ്യുന്നില്ല, എന്നിട്ട് ഞാനിത് സേവ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ പറഞ്ഞ പോലെ അതേ പേരിൽ സെയിൽസ്ഫോഴ്സ് യൂസർ എന്ന് പറയുന്ന പേരിൽ ഒരു യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, കണ്ടില്ലേ? നമുക്ക് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു യൂസർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം യൂസറിന് പോലും അറിയാൻ പറ്റത്തില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്ത് ആ ചെക്ക് ബോക്സ് ആഡ് ചെയ്യാം. ഏറ്റവും താഴെയാണത്, ലാസ്റ്റ്. ജനറേറ്റ് ന്യൂ പാസ്വേഡ് ആൻഡ് നോട്ടിഫൈ യൂസർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ഞാൻ ടിക്ക് ചെയ്യുന്നു ആൻഡ് സേവ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ജിമെയിലിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, സെയിൽസ്ഫോഴ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഓട്ടോമേറ്റഡ് ഇമെയിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ യൂസർ നെയിം എന്തുവാണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലിങ്കും വന്നിട്ടുണ്ട്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് റീസെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇപ്പം എന്താ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മളൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പാസ്വേഡിനകത്ത് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. അതുപോലെ അതിനകത്ത് ഒരു ലെറ്റർ ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു നമ്പർ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റിന് ആൻസർ ചെയ്യാം. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ അതിനും സെയിം മെത്തേഡാണ്. അതായത് നമ്മൾ സെറ്റപ്പിലേക്ക് പോവുക, സെയിം പ്രോസസ്സ് തന്നെ. സെറ്റപ്പിലേക്ക് പോവുക, ക്വിക്ക് ഫൈൻഡ് ബോക്സിൽ നമുക്ക് യൂസറിനെ സെലക്ട് ചെയ്യാം, അത് സെർച്ച് ചെയ്യാം. അതല്ല എങ്കിൽ യൂസേഴ്സിനകത്തുനിന്ന് നമുക്ക് ഈ യൂസർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത് ന്യൂ യൂസർ എന്ന് പറയുന്ന ബട്ടണാണ്. ഇപ്രാവശ്യം നമുക്ക് ഒന്നിലധികം യൂസേഴ്സിനെ ഒരേ സമയം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് മൾട്ടിപ്പിൾ യൂസേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഒന്നിലധികം യൂസേഴ്സിനെ ഒരേ സമയത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് മാക്സിമം ക്രിയേറ്റ് ചെയ്യാവുന്ന യൂസേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 എണ്ണമാണ്. സോ യൂസർ ലൈസൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് നേരത്തെ പോലെ തന്നെ യൂസർ സെയിൽസ്ഫോഴ്സ് പ്ലാറ്റ്ഫോം യൂസേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഇതല്ലേ, അപ്പം ആദ്യത്തെ യൂസർ, ഫസ്റ്റ് യൂസറിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും, സെക്കൻഡ് യൂസറിൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, പ്രൊഫൈൽ, റോള്, അതുപോലെ തേർഡ് യൂസറിൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, അങ്ങനെ നമുക്ക് ഒരേ സമയത്ത് ഇതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. മാക്സിമം അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതുപോലെ 10 യൂസറിനെ വരെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ആ യൂസറിൻ്റെ റോളും സെലക്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ചാർട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ അതേ യൂസറിൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു ജോബ് പൊസിഷനിലേക്ക് അപ്പോൾ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നു, സംതിങ് ആൻഡ് ജിമെയിൽ something@something.com ആൻഡ് പ്രൊഫൈൽ എന്തെങ്കിലും കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് റോൾ കണ്ടില്ലേ, ഇവിടെ റോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് ആഡ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എന്താ പറയുന്ന റോൾ ചാർട്ടിനകത്ത് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യും. ഇനി അതല്ല, നമുക്ക് ഈ ഒരു ചാർട്ടിൽ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് യൂസറിനെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം ഏതൊരു റോളിലേക്കാണോ നമുക്ക് യൂസറിനെ ആഡ് ചെയ്യേണ്ടത് ആ ഒരു റോളിനെ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു VP മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കാണ് യൂസറിനെ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ യൂസറിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം ആ യൂസറിനെ ഇവിടെ ക്രിയേറ്റ് ആയതിനു ശേഷം VP മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു റോളിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ അസൈൻ യൂസേഴ്സ് ടു ദിസ് റോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ യൂസറിൻ്റെ പേര് ഇപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടില്ല, ക്രിയേറ്റ് ആയതിനു ശേഷം ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ യൂസറിൻ്റെ പേര് ഇവിടെ വരുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് ആഡ് കൊടുക്കുമ്പോൾ ആ ഒരു യൂസർ ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ലിസ്റ്റിൽ വരുന്നതായിരിക്കും. താഴെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ
ആ യൂസർ ഓട്ടോമാറ്റിക്കലി ആ ഒരു റോളിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളുടെ അഡ്മിനാണ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു യൂസർ നിങ്ങളോട് അവരുടെ യൂസർ നെയിമും പാസ്വേഡും മറന്നുപോയി എന്ന് പറയുകയോ അല്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിലും സെയിം ഇതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ യൂസറിലേക്ക് വരിക, ഇവിടെ നമുക്ക് കാണാം റീസെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷനുണ്ട്. ഏത് യൂസറിനെ വേണമെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു യൂസറിനെ എടുക്കാം. ആ യൂസറിന് ഏറ്റവും മുകളിൽ കണ്ടില്ലേ ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ യൂസറിന് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ അയച്ച പോലൊരു ലിങ്ക് വീണ്ടും അയക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറിന് അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ യൂസറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസറിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ചിലപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എങ്ങനെ നമ്മൾ ഒരു യൂസറിനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. സെയിൽസ്ഫോഴ്സിൽ നിങ്ങളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്താൽ ആ യൂസറിനെ നിങ്ങൾക്കൊരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയാൻ ഓപ്ഷൻ ഇല്ല. അതായത് നിങ്ങൾക്കൊരു യൂസറിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ പ്രശ്നമുണ്ട് അല്ലേ. അതായത് ഒരു യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോയി, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓർഗുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരാളെ ആഡ് ചെയ്തു, അദ്ദേഹം നമ്മുടെ ഓർഗനൈസേഷൻ വിട്ടു പോകണേ ഒബ്വിയസ്ലി അദ്ദേഹത്തിനെ ആ ഓർഗിൽ നിന്ന് മാറ്റണം അല്ലേ. പക്ഷേ സെയിൽസ്ഫോഴ്സിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സെയിൽസ്ഫോഴ്സിൽ നിങ്ങൾക്കൊരു യൂസറിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അതിനൊരു കാരണമുണ്ട്. ഇത് ഒബ്വിയസ് ആയിട്ടൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ആ യൂസർ കുറേ നാൾ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ റെക്കോർഡ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം, അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ റിപ്പോർട്ട്സുകൾ ഉണ്ടാവാം, അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവാം, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം, കുറേ ചേഞ്ചസ് ഒരു ആൾട്രേഷൻസ് ഒക്കെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നടത്തിയിട്ടുണ്ടാവാം, കുറേ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടാവാം. ഓക്കെ, ഈ റെക്കോർഡുകളെല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ആ യൂസർ അവിടെ തന്നെ ഉണ്ടാവണം. നിങ്ങൾ ആ യൂസറിനെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അത്രയും റെക്കോർഡുകളുടെ ഓണർ നഷ്ടപ്പെട്ടു പോകും. അതായത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ചോദ്യം, നമ്മളപ്പോൾ എങ്ങനെ ഒരു സെയിൽസ്ഫോഴ്സിലെ യൂസറിനെ നമ്മുടെ ഓർഗിൽ നിന്ന് റിമൂവ് ചെയ്യും? സെയിൽസ്ഫോഴ്സിൽ യൂസറിനെ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സെയിൽസ്ഫോഴ്സിൽ നമുക്കൊരു യൂസറിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നമ്മൾ യൂസറിലേക്ക് ലോഗിൻ ചെയ്യാം. ഏത് യൂസറിനെയാണോ ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടത് ആ യൂസറിൻ്റെ ലോഗിൻ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്യുക. ഇവിടെ നമുക്ക് എഡിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഈ എഡിറ്റ് ഓപ്ഷനിൽ ഈ ആക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ചെക്ക് ബോക്സ് ഇത് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസർ പിന്നീട് ഈ ഒരു ഓർഗുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടായിരിക്കത്തില്ല. അതായത് ഈ യൂസറിന് പിന്നീട് ഈ ഓർഗിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു യൂസറിനെ ഒരു ഓർഗിൽ നിന്നും റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അതല്ല മറ്റൊരു ഓപ്ഷനുണ്ട്. ഈ കാണുന്ന ഫ്രീസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഈ ഫ്രീസ് ഓപ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസറിന് നമ്മൾ അൺഫ്രീസ് ചെയ്യുന്നത് വരെ അദ്ദേഹത്തിന് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, സെയിൽസ്ഫോഴ്സിൽ നിങ്ങൾക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ നിങ്ങൾക്കൊരു യൂസറിനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളൊരു സെയിൽസ്ഫോഴ്സ് യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ആ യൂസർ സെയിൽസ്ഫോഴ്സിനകത്ത് ആ യൂസറിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും. ആ യൂസറിനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കത്തില്ല. അതേസമയം ആ യൂസറിന് വീണ്ടും സെയിൽസ്ഫോഴ്സ് ഓർഗിലേക്ക് ലോഗിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. വൺ മോർ തിങ്, നമ്മളൊരു യൂസറിനെ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രിവിലേജസ്, അതായത് അദ്ദേഹത്തിൻ്റെ യൂസർ ലൈസൻസും പ്രൊഫൈലും ഒക്കെ ഫ്രീ ആവും. അത് നമുക്ക് മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ, അദ്ദേഹത്തെ ടെമ്പററി ആയിട്ട് സെയിൽസ്ഫോഴ്സിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് യൂസറിനെ ഫ്രീസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. സോ ഒരു യൂസറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ ഫ്രീസ് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ആഡ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.